അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന. ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂത് അയക്കുന്നതാണ് ചെയ്ത കർത്താവിൻ്റെ ദൂത് നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ഇന്നും നിന്നെ ഈശോ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാ സർവ്വീശ്വരനെ നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട്. കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ ഇപ്പോൾ ഓണത്തിന് തന്നെ എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായിപ്പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുമൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചിലയിടത്തൊക്കെ. ഒക്കെ കണ്ട് കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. നാളെ മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളമൊക്കെ ചെയ്യുവാണ്. അത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. ഇവരെ 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാലാകാലങ്ങളായിട്ട് അവർ സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അതാണ് കുളിച്ച പന്നി ചെളിയിൽ കിടന്നുരുളെന്ന് പറഞ്ഞത്. 2:22 എടുത്തേ. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അപ്പൊ ഒരു വീട്ടില് പുതാശ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് പിന്നീട് വരുന്ന ആ ചേട്ടത്തി അനിയത്തിയും ഒക്കെ ആ രീതിയിലായി പോകും. കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കേമത്വം അല്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ. അപ്പം നിങ്ങൾ അതാണ് വചനം പറയണത്. അതിൻ്റെ അകത്ത് ചില ആൾക്കാർ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്ത് ചെയ്യണം? ഇത് കണ്ട് വീണു പോകരുതെന്ന്. 1 Corinthians 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ